പരിശുദ്ധ റബീഉൽ അവ്വൽ കടന്നു വരുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതചര്യയെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഏറെ അനിവാര്യമുള്ള കാര്യമാണ്. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം എന്താണ് നടക്കുന്നുള്ളത് എന്ന്, റസൂൽ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ ഒരു സഹാബിയുടെ ചരിത്രം പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എളാപ്പയായിട്ടുള്ള അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുള്ള എന്നവർ. അബ്ദുള്ളക്ക് റസൂലിനെ വളരെ വലിയ ഇഷ്ടമാണ്. നിഷ്കളങ്കനായ അബ്ദുള്ളക്ക് ഒരു ദിവസമെങ്കിലും റസൂലിന്റെ കൂടെ റസൂൽ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ദിവസം അബ്ദുള്ള റസൂലിന്റെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നുണ്ട്. അങ്ങനെ വിരുന്ന് വരിക എന്നുള്ളത് റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂൽ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അബ്ദുള്ളയെ വലിയ രീതിയിൽ സൽക്കരിച്ച് നല്ല വേണ്ട ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ വരവേറ്റുന്നുണ്ട്. അങ്ങനെ രാത്രിയായ സമയത്ത് റസൂൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അബ്ദുള്ളക്ക് അറിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല, റസൂലിന്റെ ചാര തന്നെ അബ്ദുള്ളക്കും കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് റസൂലിനോട് പറയുക എന്നുള്ള ആ ഒരു ആശങ്കയിൽ അബ്ദുള്ള പറയാതിരിക്കുന്നുണ്ടെങ്കിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബ്ദുള്ളക്ക് തന്നോട് ആ ഒരു കാര്യം പറയാനുണ്ട് എന്നുള്ള ഒരു മനസ്സിലായതോടുകൂടി റസൂൽ തിരിച്ച് അങ്ങോട്ട് ആ രീതിയിൽ തന്നെ പറയുന്നുണ്ട്, അബ്ദുള്ള, നീ ഇന്ന് എന്റെ കൂടെ തന്നെ കിടന്നുകൊള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഒരേ തലയണയിൽ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നീട് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ റൂമിന്റെ ജനലിലൂടെ പുറത്തേക്കുള്ള ആകാശത്തേക്ക് നോക്കിയിട്ട് സൂറത്തുൽ ആൽ ഇംറാനിലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ ഓതുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട അബ്ദുള്ള അത്ഭുതപ്പെടുന്നുണ്ട്. പിന്നീട് അബ്ദുള്ള അതേ സ്ഥലത്ത് തന്നെ ഉറങ്ങുകയും പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്പം ഉറങ്ങിയതിനു ശേഷം വീണ്ടും രാത്രി മൊത്തം നിസ്കാരത്തിൽ അങ്ങനെ ചെലവഴിക്കുകയാണ്. സുബഹിന്റെ ആ സമയമാകുന്ന സമയത്ത് സുബഹി നിസ്കാരത്തിന് ശേഷം വീണ്ടും ഇബാദത്തുകളിലാൽ കഴിച്ചു കൂടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ദിവസത്തെ ആ ഒരു ചര്യ എന്നുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ആകണം ഇനി മുതൽ എന്റെ ജീവിതവും എന്ന് അബ്ദുള്ള വരെ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ആ രീതിയിൽ തന്നെ ആയി വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.